നമസ്കാരം. ധർമ്മ ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്, ഭക്തിയും ആത്മീയതയും. ഇന്ന് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്. എന്താണെന്ന് അറിയാവോ? ഭക്ഷണം. നമ്മൾ ഏതുതരം ഭക്ഷണമാണ് കഴിക്കേണ്ടത്? ഭക്ഷണ സ്വാതന്ത്ര്യം ഒരു ഹോട്ട് ടോപ്പിക്കാണ് അല്ലേ? നന്നായി ജീവിക്കണം, ഹെൽത്തി ആയിരിക്കണം, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഒരു മനുഷ്യൻ കഴിക്കേണ്ട ശരിയായ ഭക്ഷണം എന്താണ്? ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി ഇനി ഞാൻ എന്താണ് കഴിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? എന്തു ചെയ്തിട്ടും അസുഖങ്ങൾക്ക് ഒരു കുറവുമില്ലേ? എന്താണ് എനിക്കിങ്ങനെ വരാൻ കാരണം? ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ. മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം. മുട്ട കഴിച്ചില്ലെങ്കിൽ പ്രോട്ടീൻ എവിടെ നിന്ന് കിട്ടും? മത്സ്യമാംസം കഴിച്ചില്ലെങ്കിൽ എങ്ങനെ മസിൽ ബിൽഡാകും? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളുണ്ടോ നിങ്ങൾക്ക്? സസ്യങ്ങൾക്കും ജീവനില്ലേ? അപ്പോൾ അത് കഴിക്കുന്നത് തെറ്റല്ലേ? വൈറ്റമിൻ എ, ബി, സി, ഡി, B12 അങ്ങനെ ഇതെല്ലാം എങ്ങനെ കിട്ടും? ഇമ്മ്യൂണിറ്റി എങ്ങനെ കിട്ടും? ആരോഗ്യം വേണം. ഞാൻ പച്ചവെള്ളം കുടിച്ചാൽ പോലും വണ്ണം വെക്കുന്നു. എന്തു ചെയ്തിട്ടും വണ്ണം കുറയുന്നില്ല. ഉത്തരം കിട്ടാത്ത ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. ഈ വീഡിയോയിലൂടെ ഇതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുവാനാണ് ഞാൻ ഇന്ന് ശ്രമിക്കുന്നത്. വെൽക്കം ടു ധർമ്മ ടോക്സ്. നമ്മൾ മലയാളികളുടെ ഭക്ഷണ രീതി എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അല്ലേ? പണ്ട് നമ്മളുടെ അപ്പൂപ്പൻ അമ്മൂമ്മമാരുടെ കാലത്ത് എന്തൊക്കെയാണ് കഴിച്ചിരുന്നത്, എന്നാൽ എൻ്റെ ഈ ജനറേഷൻ എന്താണ് കഴിക്കുന്നത്? ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താണ് പ്രിയം? ഓരോ ജനറേഷനിലും ഭക്ഷണ രീതി മാറിക്കൊണ്ടേയിരിക്കുന്നു. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഏറ്റവും ബേസിക്കായ ഒരു കാര്യമാണ് ഭക്ഷണം എന്ന് പറയുന്നത്. നാം കഴിക്കുന്ന ഭക്ഷണം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നാം എന്താണ് എന്ന് തീരുമാനിക്കുന്നത് പോലും നമ്മുടെ ഭക്ഷണം തന്നെയാണ്. അന്നം അറിവാണ് എന്നാണ് നമ്മുടെ ഗുരുപരമ്പര നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഈ ഭക്ഷണത്തെ പറ്റി ആവട്ടെ ഇന്നത്തെ ഡിസ്കഷൻ. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് എല്ലാവരും നയിക്കുന്നത് എങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ആശുപത്രികൾ എന്തുകൊണ്ട് കൂടുന്നു? ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചു, ആരോഗ്യരംഗം വളരെയധികം അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു. പക്ഷേ ജീവിതശൈലി രോഗങ്ങളില്ലാത്ത ഒരു മനുഷ്യനും ഒരു കുടുംബത്തിലും ഉണ്ടാവുകയില്ല. നമ്മൾ ഓരോരുത്തരും അവരവരുടെ കുടുംബത്തിൽ തന്നെ നോക്കിയാൽ ക്യാൻസർ പേഷ്യൻ്റ് ഇല്ലാത്ത ഒരു കുടുംബവും കാണില്ല. ഇതിനൊക്കെ കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതശൈലി തന്നെയല്ലേ ഈ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം? ജീവിതശൈലി രോഗങ്ങൾ വരാൻ കാരണം ജീവിതത്തിൻ്റെ ശൈലി ശരിയാവാത്തത് കൊണ്ടല്ലേ? നമ്മൾ പണ്ട് നോക്കുകയാണെങ്കിൽ എത്ര സ്ത്രീകൾക്ക് PCOD ഉണ്ടാകും? ഇപ്പോൾ എല്ലാവർക്കും, നമ്മൾ ഏതു കുടുംബത്തിലെടുത്ത് നോക്കിയാലും അവർക്ക് തൈറോയ്ഡ് ഇഷ്യൂ, PCOD, അങ്ങനെ സ്ത്രീകൾക്ക് എല്ലാ തരത്തിലും പ്രശ്നങ്ങളാണ്. ക്യാൻസർ. ഇനിയെങ്കിലും നമ്മളപ്പോൾ ഒന്ന് മാറി ചിന്തിക്കണ്ടേ? നമ്മൾ എന്തോ ആത്യന്തികമായി തെറ്റ് ചെയ്യുന്നുണ്ട്. ആ തെറ്റ് എന്താണെന്ന് തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും അത് നമ്മൾ തിരിച്ചറിയേണ്ട സമയമായില്ലേ? ഇതെല്ലാം എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. കാരണം എൻ്റെ വീട്ടിലായാലും എൻ്റെ അച്ഛനായാലും അമ്മയായാലും അവരുടെ ജീവിതം ഞാൻ കണ്ടതാണ്. അവരുടെ ഓരോ ഘട്ടങ്ങളിലായി അവർക്ക് ഓരോരോ അസുഖങ്ങൾ പിടിപെടുന്നു. യാദൃച്ഛികമായിട്ട് മാരകമായ അസുഖങ്ങൾ വരുന്നു. അന്നൊന്നും എനിക്ക് ഇത്രയും ചിന്തിക്കാനുള്ള കഴിവില്ലായിരുന്നു. ഞാൻ കുട്ടിയായിരുന്നു. പക്ഷേ ഞാനൊരു തലമെത്തി, ഞാനിപ്പോൾ ഈ ആത്മീയതയിൽ എത്തിയപ്പോഴാണ് എനിക്ക് അതിൻ്റെ എല്ലാം റൂട്ട് കോസ് മനസ്സിലായത്. അപ്പോൾ അത് നിങ്ങളിലേക്ക് ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അന്നം അറിവാണ്, അന്നദാനം മഹാദാനം, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ശരിയായ ഉത്തരം, അല്ലെങ്കിൽ നമ്മൾ ഏത് തരം ഭക്ഷണമാണ് കഴിക്കേണ്ടത്,
എങ്ങനെയാണ് ഒരുവൻ്റെ ഭക്ഷണ രീതി അവൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ശരിയായ സോഴ്സിൽ നിന്നും ചോദിച്ചു മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ഗുരുജി എന്താണ് ഇതിനെപ്പറ്റി പറയുന്നതെന്ന് നോക്കാം. പച്ചക്കറികളും മത്സ്യമാംസങ്ങളും ഇത് തമ്മിലുള്ള വ്യത്യാസം. പച്ചക്കറികൾ കഴിക്കുക എന്ന് കുറിച്ച് പറയാൻ കാരണം എന്താണ്? ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചില കാര്യങ്ങൾ ഓർക്കാറുണ്ടോ? നമ്മൾ കഴിക്കേണ്ടത് ബോധവും ജീവനുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ബോധവും സാക്ഷിയുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ ആ ജീവിയുടെ കർമ്മഫലങ്ങൾ കൂടിയുണ്ട്. നാം കഴിക്കുന്ന ഭക്ഷണം വെറും വയറ് നിറയ്ക്കാനുള്ള സാധനമല്ല, അറിവാണ്. മത്സ്യമാംസങ്ങൾ നമ്മളിൽ കോംപ്ലിക്കേറ്റഡ് മെമ്മറിയും കർമ്മഫലവും ഉണ്ടാക്കാൻ മാത്രമേ സഹായിക്കൂ. സസ്യാഹാരം സോഫ്റ്റ് മെമ്മറിയാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത്. മത്സ്യമാംസങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മളെപ്പോലെ തന്നെ എല്ലാ ജീവികൾക്കും വേദനയുണ്ടെന്ന്? നമുക്ക് സഹജീവികളോട് അനുകമ്പയും മനുഷ്യത്വവും ഉണ്ടോ? പ്രപഞ്ചത്തിന്റെ, ദൈവത്തിന്റെ തന്നെ കുറേ മക്കളെ കൊന്നു തിന്നുന്ന നമ്മളെ ഏതെങ്കിലും ദൈവം അനുഗ്രഹിക്കുമോ? സാക്ഷിയുള്ള ഏതൊരു ജീവിയെയും കൊന്നു തിന്നുമ്പോൾ ആ ജീവിയുടെ കർമ്മഫലം കൂടി നമ്മൾ ഏറ്റെടുക്കുകയാണ് എന്ന സത്യം നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? ജീർണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശവത്തിൽ നിന്ന് എന്ത് ഗുണമാണ് നമുക്ക് ലഭിക്കുന്നത്? സ്വന്തം കൈകൾ കൊണ്ട് തൊടാനോ മൂക്ക് കൊണ്ട് മണക്കാനോ ബുദ്ധിമുട്ടുള്ള ശവം വായിൽ വെച്ച് കഴിക്കാൻ നല്ലതായിരിക്കുമോ? അടുത്ത ചോദ്യം ഇതായിരിക്കും. പച്ചക്കറികൾക്ക് ജീവനില്ലേ, അവ കഴിക്കാമോ എന്നായിരിക്കും. മത്സ്യമാംസങ്ങൾ അതിലൊന്നാണ്. ഇവ കോംപ്ലിക്കേറ്റഡ് മെമ്മറി ഉണ്ടാക്കുന്നു. നമ്മൾ കഴിക്കേണ്ടത് ബോധവും ജീവനുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ മാത്രമേ നമ്മളിൽ സോഫ്റ്റ് മെമ്മറി ഉണ്ടാക്കാൻ സഹായിക്കുകയുള്ളൂ. സാക്ഷിയും ബോധവുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മളിൽ കോംപ്ലിക്കേറ്റഡ് മെമ്മറി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. നമ്മളിലുള്ള മെമ്മറി കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ മനസ്സ് പറയുന്നത് ബുദ്ധി കേൾക്കില്ല. ഒരു വാഹനത്തിൽ ഒരേ സമയം 2 ഡ്രൈവർമാർ ഇരുന്ന് വാഹനം ഓടിച്ചാൽ അവസ്ഥ എന്തായിരിക്കുമോ അതാണ് കോംപ്ലിക്കേറ്റഡ് മെമ്മറിയുള്ള ഒരാളിൽ സംഭവിക്കുക. മനസ്സ് പറയുന്നത് ബുദ്ധി അനുസരിക്കില്ല. ബുദ്ധി ചെയ്തതിനെ മനസ്സ് അംഗീകരിക്കുകയുമില്ല. ഇതിന്റെ ഫലമായി നമ്മളിൽ സംഭവിക്കുന്ന ചില പ്രതിഭാസങ്ങളാണ് ആങ്സൈറ്റി, ഡിപ്രഷൻ, കൺഫ്യൂഷൻ, ഷോർട്ട് ടെമ്പർ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഉറക്കമില്ലായ്മ, ഒന്നിനോടൊരു തൃപ്തിയില്ലായ്മ, അങ്ങനെ കിടക്കുന്നു ഗ്ലോബൽ വാർമിംഗ് വരെ. ആ ജീവിയുടെ കർമ്മഫലം ഏറ്റെടുക്കേണ്ടി വരുന്നു എന്നുള്ള ഒന്നാണ്. ഏതൊരു ജീവിയും തൻ്റെ ജീവിതം പൂർത്തിയാക്കി ഇവിടെ നിന്ന് പോകുവാനാണ് ജീവിക്കുന്നത്. മനുഷ്യരെ പോലെ തന്നെ ഈ ജീവികൾക്കും ജീവനും സാക്ഷിയും ബോധവുമുണ്ട്. ഒരു ജീവിയുടെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള കർമ്മഫലങ്ങളെല്ലാം സാക്ഷിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാതി വഴിയിൽ വെച്ച് നമ്മൾ അതിനെ കൊന്നു തിന്നുമ്പോൾ അതിന്റെ കർമ്മഫലം നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഏതൊരു ജീവിയും മരിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുന്നേ അതിന്റെ സാക്ഷി ഓപ്പണായി ആ ജീവിയുടെ കർമ്മഫലങ്ങൾ എല്ലാ കോശങ്ങളിലേക്കും വ്യാപിക്കും. കടൽ വെള്ളത്തിന്റെ രുചി അറിയാൻ കടലിലെ മുഴുവൻ വെള്ളവും കുടിച്ചു നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ ഒരു ചെറിയ കഷ്ണമാണ് കഴിക്കുന്നതെങ്കിലും ആ ജീവിയുടെ മുഴുവൻ കർമ്മഫലവും നമ്മളിലേക്ക് വന്നു ചേരും. നമുക്ക് നമ്മുടെ കർമ്മഫലങ്ങൾ തന്നെ അനുഭവിച്ച് തീർക്കാൻ ഈ ജന്മം മുഴുവൻ മതിയാവില്ല. അപ്പോൾ മറ്റു ജീവികളുടെ കർമ്മഫലം കൂടി ഏറ്റെടുക്കേണ്ടി വരുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ജീർണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൽ നിന്ന് ഒരു ഗുണവും നമുക്ക് കിട്ടുന്നില്ല. ശവക്കറി എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ പലർക്കും ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ അത് സത്യമല്ലേ എന്ന് സ്വയം ചിന്തിച്ചു നോക്കൂ. നമ്മൾ മരിച്ചാലും ശവം എന്ന് തന്നെയല്ലേ പറയുന്നത്? അപ്പോൾ ഏതൊരു ജീവിയുടെയും ജീവൻ പോയാൽ അത് ശവം ആണ്. ജീവൻ പോയാൽ അടുത്ത നിമിഷം ബാക്ടീരിയകൾ പ്രവർത്തനം ആരംഭിക്കും. അത് ജീർണിക്കാൻ തുടങ്ങും. അങ്ങനെ ജീർണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൽ നിന്ന് എന്ത് ഗുണമാണ് നമുക്ക് ലഭിക്കുന്നത്? ആ ജീവിയുടെ കർമ്മഫലം നമ്മളിലേക്ക് വന്നു ചേരും എന്നല്ലാതെ യാതൊരു ഗുണവുമില്ല. കൂടാതെ കോംപ്ലിക്കേറ്റഡ് മെമ്മറിയും നമ്മളിലേക്ക് എത്തിയിരിക്കും. കൈകൾ കൊണ്ട് തൊടാനോ മൂക്ക് കൊണ്ട് മണക്കാനോ ബുദ്ധിമുട്ടുള്ള ഒരു സാധനം വായിൽ വെച്ച് കഴിക്കാൻ നല്ലതായിരിക്കുമോ? ഇനി പാചകം ചെയ്ത് കഴിക്കുന്നതിന് മുൻപ് നമുക്ക് അവയോടുള്ള സമീപനം ഒന്ന് ആലോചിച്ച് നോക്കൂ. മീൻ മാർക്കറ്റിലായാലും അറവുശാലയിലായാലും ഈ വളരെ ഭംഗിയായി പാക്ക് ചെയ്ത് കിട്ടുന്ന സൂപ്പർ മാർക്കറ്റിലായാലും മൂക്കുപൊത്തി കൈത്തുമ്പിൽ അകറ്റിപ്പിടിച്ച് മറ്റ് സാധനങ്ങളുടെ കൂടെ ഒന്നും വെക്കാതെ കൊണ്ടുവന്ന് വീട്ടിൽ ചെന്ന് നന്നായി കഴുകി വൃത്തിയാക്കി അതിന്റെ മണവും പഴക്കവും ഒക്കെ മനസ്സിലാവാതിരിക്കാൻ നല്ല മസാലയും മുളകും ഒക്കെ പൊതിഞ്ഞ് അവസാനം കഴിച്ചു കഴിഞ്ഞ് നല്ല സോപ്പിട്ട് കൈകൾ വൃത്തിയാക്കുകയും ചെയ്യും. കൈകൾ കൊണ്ട് തൊടാനോ മൂക്ക് കൊണ്ട് മണക്കാനോ ബുദ്ധിമുട്ടുള്ള ഒരു സാധനം വായിൽ വെച്ച് കഴിക്കാൻ നല്ലതായിരിക്കുമോ? പ്രപഞ്ചം തന്നെ കാണിച്ചു തരികയാണ് ഒന്നിനും കൊള്ളില്ല എന്ന്. പുറമേ സോപ്പിട്ട് വൃത്തിയാക്കും, വായിൽ മൗത്ത് വാഷ് ഉപയോഗിക്കും. ഉള്ളിൽ ചെന്ന സാധനം എന്ത് ചെയ്യും? ഒരു ഈച്ച ചായയിൽ വീണാൽ നമ്മൾ ബഹളം ഉണ്ടാക്കും. എന്നാൽ ചത്ത കോഴിയെ പിച്ച് ചിന്തി ചോറിൽ ഒളിച്ചു വെച്ച് തന്നാൽ നമ്മൾ സന്തോഷത്തോടെ കഴിക്കും. ആ ജീവിയുടെ മനസ്താപം എന്നൊരു കാര്യമുണ്ട്. അതായത് വികാര വിചാരങ്ങളെല്ലാം ഓസോൺ തലത്തിൽ വരെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്.
ഏതൊരു ജീവിക്കും തന്റെ പ്രാണനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല. നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നയാൾ മരിച്ചാൽ അവർ നമുക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അവരോടൊപ്പം നമ്മുടെ ജീവൻ ത്യാഗം ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവൻ തന്നെയാണ് ഏറ്റവും വലുത്. ഒരു ജീവിയും സന്തോഷത്തോടെ എന്നെ കൊന്നു തിന്നോളാൻ പറയില്ല. ആ ജീവിയുടെ മനസ്താപം, വിചാരങ്ങൾ ഓസോൺ തലത്തിൽ വരെ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. നമ്മൾ ഒരു ജീവിയെ കൊല്ലാൻ ചിന്തിക്കുമ്പോൾ അവരത് അറിയുന്നുണ്ട്. നമ്മളെപ്പോലെ അല്ല പ്രപഞ്ചത്തിന്റെ ഭാഷ, അതവർക്ക് മനസ്സിലാകും. പ്രപഞ്ചത്തിന് മനുഷ്യനെന്നോ മൃഗങ്ങളെന്നോ ഒരു ഭേദവും ഇല്ല. എല്ലാം ഒരുപോലെയാണ് അവിടെ. 10 മക്കളുണ്ടല്ലോ എന്ന് കരുതി നമ്മളാരും ഒരു കുഞ്ഞിനെ കൊല്ലാൻ കൊടുക്കാറുണ്ടോ? നമ്മളുടെ മക്കളുടെ ഒരു വിരൽ മുറിഞ്ഞാൽ നമുക്ക് സഹിക്കോ? അവയുടെ വേദന അറിയണമെങ്കിൽ നമ്മുടെ ശരീരഭാഗം തന്നെ മുറിച്ച് കറിവെച്ച് നോക്കണം. ഇങ്ങനെ ഒരു മഹാപാപം ചെയ്യുന്നവരെ പ്രപഞ്ചം ഒരിക്കലും അനുഗ്രഹിക്കില്ല. പാപം മിണ്ടാപ്രാണികളുടെ ശാപവും പ്രപഞ്ചത്തിന്റെ ശാപവും ലഭിച്ചിരിക്കും നിങ്ങൾക്ക്. വേണ്ടപ്പെട്ടവരുടെ മരണം ജീവിതകാലം മുഴുവൻ നമ്മളെ വേട്ടയാടില്ലേ? പ്രപഞ്ചത്തിന്റെ ഒരു കൂട്ടം മക്കളെ കൊന്നു തിന്നുന്ന നമ്മളോട് പ്രപഞ്ചത്തിന് എന്തെങ്കിലും കാരുണ്യം ഉണ്ടാകുമോ? ഒരു ദൈവവും ഒരു ഗുരുവും അനുഗ്രഹിക്കില്ല. കൊന്നു തിന്ന് അനുകമ്പയും മനുഷ്യത്വവും നമുക്കില്ലാതെയായി. പാപം മിണ്ടാപ്രാണികളുടെ ശാപവും പ്രപഞ്ചത്തിന്റെ ശാപവും നമുക്കൊരിക്കലും മനസ്സമാധാനം തരില്ലത്. ഗുരുനിന്ന നാശമാണ്. ഒരിക്കലും മനസ്സമാധാനം ഉണ്ടായില്ല. നിരുപദ്രവമാം ജന്തുനിരയെ തൻ ഹിതത്തിനായി വധിപ്പോനു വരാ സൗഖ്യം വാണാലും ചത്തുപോകിലും. നമ്മളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കൊന്നു തിന്നു ജീവിക്കുന്നവന് ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും അസ്വസ്ഥത മാത്രമേ ഉണ്ടാകൂ. കൊല്ലുന്നവനില്ല ശരണ്യത, മറ്റെല്ലാ വക നന്മയുമാർന്നിടിലും തുടങ്ങിയ ഗുരുവചനങ്ങൾ നമ്മൾ മറക്കരുത്. പ്രപഞ്ച രഹസ്യം അറിഞ്ഞ ഗുരുക്കന്മാർ നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. ഗുരുനിന്ന് നാശമാണ്, മനസ്സമാധാനം ഉണ്ടാകില്ല. അപ്പോൾ അടുത്ത ചോദ്യം വന്നു, സസ്യങ്ങൾക്കും ജീവനില്ലേ? പച്ചക്കറികൾ കഴിക്കാമോ എന്നായിരിക്കും അല്ലേ? സസ്യങ്ങൾ നിസ്വാർത്ഥമായി ഈ പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്നവരാണ്. ഒരു മാമ്പഴം എടുത്താൽ അതിന്റെ ജീവൻ മാങ്ങാണ്ടിയിലാണ്. അതിന്റെ മാംസളമായ ഭാഗത്തിന് പ്രപഞ്ചബോധമാണുള്ളത്, ശരീരബോധമല്ല. നമ്മൾ SMS മെഡിറ്റേഷൻ ചെയ്യുന്ന സമയം പ്രപഞ്ചബോധത്തിലേക്ക് ലയിച്ചിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും ഒന്നും അറിയില്ല. ഉറുമ്പ്, ഈച്ച, കൊതുക് ഒക്കെ നമ്മളിൽ പലരുടെയും ശരീരത്തിൽ കയറിയിട്ടുണ്ട്. പക്ഷേ ഒന്നും അറിയാറില്ല. പാമ്പ് കടിച്ചാൽ പോലും അറിയില്ല. തിരികെ ശരീരബോധത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഇതെല്ലാം അറിയുന്നുള്ളൂ. പച്ചക്കറികളും ഫലങ്ങളും പ്രപഞ്ചബോധത്തിലാണ് നിലകൊള്ളുന്നത്. അവർക്ക് വേദനയില്ല. ജീവനിരിക്കുന്ന മാങ്ങാണ്ടി എവിടെയാണോ അവിടെ കിടന്നു മുളച്ച് അടുത്ത ജന്മം എടുക്കും. ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയുടെ സ്ഥലത്ത് മാത്രമേ വളരൂ എന്നില്ല. അതിലുണ്ടാകുന്ന മാങ്ങ പക്ഷികളോ പുഴുക്കളോ മനുഷ്യരോ ആര് തിന്നാലും മാവിന് സംതൃപ്തി മാത്രമേ ഉള്ളൂ. സ്വാർത്ഥതയില്ല. അത്രമാത്രം നിസ്വാർത്ഥ ഭാവത്തിലാണ് ഭക്ഷണമായി അവ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഭാഗമായി തീരുന്നത്. അവയ്ക്കുള്ളത് സോഫ്റ്റ് മെമ്മറിയാണ്. അവ നിരന്തരം പ്രപഞ്ചവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പ്രപഞ്ചത്തിൽ നിന്നുള്ള അറിവ് സ്വീകരിച്ച് പ്രപഞ്ചധർമ്മം അനുസരിച്ച് നിലകൊള്ളുന്നു. നമുക്ക് ആവശ്യവും സോഫ്റ്റ് മെമ്മറിയാണ്. ഭക്ഷണമായി നമ്മളിൽ എത്തിച്ചേരുന്ന അവയും അടുത്ത തലത്തിലേക്ക് എത്തി അവരുടെ ജന്മലക്ഷ്യം പൂർത്തിയാക്കുവാനുള്ള പ്രയത്നമാണ് ചെയ്യുന്നത്. മരത്തിന്റെ തടിയിൽ ജീവനും ബോധവും ഉണ്ട്. അവയ്ക്കുള്ളത് ശരീരബോധമാണ്. അതുകൊണ്ട് തന്നെ അവ മുറിക്കുമ്പോൾ നമ്മളെ പോലെ തന്നെ അവർക്കും വേദനയുണ്ട്. എന്നാൽ സസ്യങ്ങൾക്ക് മറ്റൊരു ലക്ഷ്യമാണുള്ളത്. ഒരു മരം മുറിക്കാൻ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ആ മരം അത് അറിയുന്നുണ്ട്. കാരണം അവർ നമ്മളെ പോലെ അല്ല, എപ്പോഴും പ്രപഞ്ചവുമായി കണക്റ്റഡ് ആണ്. മുറിക്കുമെന്ന് അറിയുന്ന നിമിഷം മുതൽ അവ അതുവരെ ഈ പ്രപഞ്ചത്തിൽ നിന്നും സ്വീകരിച്ച അറിവെല്ലാം തൊട്ടടുത്ത സസ്യജാലങ്ങളിലേക്ക് നിസ്വാർത്ഥമായി ട്രാൻസ്മിറ്റ് ചെയ്ത് നിർജീവമാകും. എന്നിട്ട് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്വയം ത്യാഗം ചെയ്ത് തന്റെ ജന്മം ശ്രേഷ്ഠമാക്കും. അങ്ങനെ ഒരു മരം കൊണ്ടുണ്ടാകുന്ന ഒരു സാധനവും നമുക്ക് സന്തോഷം തരില്ല. ഒരു മരം മുറിക്കുമ്പോൾ അവയോട് അനുവാദം ചോദിച്ച് നമ്മുടെ ആവശ്യത്തിന് മാത്രം മുറിച്ചെടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പണ്ട്. അതിന് പ്രപഞ്ചത്തിന്റെ ഭാഷ നമുക്ക് മനസ്സിലാവണം. അങ്ങനെ ഒരു മരം പൂർണ്ണമായും നശിപ്പിക്കാതെ മുറിച്ചെടുത്ത് ഉപയോഗിക്കുമ്പോൾ ബാക്കി നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ആ മരം തനിയെ തളിർത്ത് വളരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആയുർവേദത്തിൽ മരുന്നുകൾ പറിക്കുമ്പോൾ സമയവും കാലവും ഒക്കെ നോക്കി ചെടികളുടെ അനുവാദം ചോദിക്കുന്ന ഒരു രീതി നമ്മുടെ ഋഷീശ്വരന്മാർക്കുണ്ടായിരുന്നു. നമ്മളും നിസ്വാർത്ഥരായി ആ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ തുടങ്ങിയാൽ ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളുടെയും വികാരവിചാരങ്ങൾ അതേ വ്യാപ്തിയിലും ആഴത്തിലും അറിയാനും മനസ്സിലാക്കാനും നമുക്കും സാധ്യമാണ്. ഇനിയായി അടുത്ത ചോദ്യം, ചോറുണ്ണുന്നുണ്ടല്ലോ, പയറുമണി തിന്നുന്നുണ്ടല്ലോ എന്നൊക്കെ ആയിരിക്കും. ഓരോ ജന്മത്തിനും അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. നമ്മൾ ആഹരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മളിലൂടെ അവരുടെ അടുത്ത ജീവിത തലത്തിലേക്ക് എത്തിപ്പെടുകയാണ്. ഇതൊക്കെ യഥാവിധി മനസ്സിലാക്കണമെങ്കിൽ നമ്മളിലെ കോംപ്ലിക്കേറ്റഡ് മെമ്മറി ഇല്ലാതായി പ്രപഞ്ചധർമ്മത്തിൽ ജീവിക്കണം. അപ്പോൾ നമുക്ക് കഴിക്കാൻ യോഗ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രമേ പ്രപഞ്ചം നമ്മുടെ മുന്നിൽ എത്തിക്കുകയുള്ളൂ. നമുക്ക് ജീവിക്കാൻ ഇന്ന് നമ്മൾ കാണുന്ന പോലെ എണ്ണിയാൽ ഒടുങ്ങാത്ത വണ്ണം സാധനങ്ങളൊന്നും വേണ്ട. നമ്മുടെ സൂക്ഷ്മ ശരീരം ഒന്ന് ആക്ടിവേറ്റ് ചെയ്താൽ
നമുക്കും പ്രപഞ്ചത്തിൽ നിന്ന് നേരിട്ട് എനർജിയും ഇമ്മ്യൂണിറ്റിയും സ്വീകരിച്ച് ജീവിക്കാൻ സാധിക്കും. എന്ത് കഴിക്കാം, എന്ത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പ്രപഞ്ചം തന്നെ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമുക്കൊരു ചോദ്യമോ സംശയമോ പോലും വരില്ല. പച്ചക്കറികളിൽ നിന്നും നമുക്ക് സോഫ്റ്റ് മെമ്മറി മാത്രമേ ലഭിക്കുന്നുള്ളൂ. ആ സത്യം മനസ്സിലാക്കണം. അപ്പോൾ ഗുരുജി പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. എല്ലാവർക്കും അവരവരുടെ ഭക്ഷണ സ്വാതന്ത്ര്യം ഉണ്ട് അല്ലേ? എന്നിരുന്നാലും ഒരു ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യർക്ക് ഏതുതരം ഭക്ഷണമാണ് ഉത്തമം? ഇത് നമുക്ക് നമ്മുടെ ഗസ്റ്റായ ചിത്രലേഖയോട് ചോദിച്ചു മനസ്സിലാക്കാം. നമസ്തേ ചിത്രലേഖ, വെൽക്കം ടു അവർ ന്യൂ എപ്പിസോഡ്. ചിത്രലേഖയുടെ അഭിപ്രായത്തിൽ മനുഷ്യൻ ഏതു തരത്തിലുള്ള ഭക്ഷണമാണ് സ്വീകരിക്കേണ്ടത്? അതായത് നമ്മുടെ ചുറ്റും പല ഓപ്ഷൻസും ഉണ്ട്. ഒരു ഹെൽത്തി ലൈഫ് മുന്നോട്ട് പോകുവാനായി നമ്മുടെ ആത്മീയ സാധനകൾ കൂടാതെ നമ്മൾ ഏതു തരത്തിലുള്ള ഭക്ഷണ രീതിയാണ് ഫോളോ ചെയ്യേണ്ടത്? ഒന്ന് പറയാമോ? നമസ്തേ. നമ്മൾ മനുഷ്യർക്ക് ഏറ്റവും ഉത്തമമായ ഭക്ഷണ രീതി ഏതാണ്? നമുക്ക് ഏറ്റവും കൂടുതൽ വൈറ്റമിൻസും പ്രോട്ടീൻസും ഒരു മനുഷ്യന്റെ ശാരീരികവും മാനസികവും ആയുള്ള വളർച്ചയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനും എന്താണ് ഉത്തമം എന്നുള്ള ഒരു തർക്കം ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കാണുന്നതാണ്. പിന്നെ ദൂരദർശൻ ചാനലിൽ കുഞ്ഞുനാൾ മുതലേ സൺഡേ ഹോയ മൺഡേ റോസ് ഖായെ അണ്ടേ ഈ സ്ലോഗൻ കേട്ട് വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോ ഞാനും വിചാരിച്ചിരുന്നത് മുട്ട വെജിറ്റേറിയൻ ആണ് എന്നാണ്. എന്താ അല്ലേ? കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമായി തേടി നടക്കുകയായിരുന്നു ഞാൻ. ഇപ്പോ ഞാൻ മനസ്സിലാക്കിയാണ്, കോഴി നോൺ വെജ് ആണെങ്കിൽ മുട്ടയും നോൺ വെജ് തന്നെയാണ്. ഒരിക്കലും മുട്ടയെ വെജിറ്റേറിയന്റെ ഗണത്തിൽ പെടുത്താൻ കഴിയില്ല. പിന്നെ ന്യായീകരിക്കാൻ വേണ്ടി പല ന്യായങ്ങളും നിരത്തും. മുട്ട കഴിച്ചാലേ നിങ്ങൾക്ക് പ്രോട്ടീൻ കിട്ടുള്ളൂ, കാൽഷ്യം കിട്ടുള്ളൂ, അങ്ങനെ എന്തെല്ലാം ന്യായങ്ങൾ നമ്മൾ കേൾക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ന്യായവും നിരത്തും. പിന്നെ അതിന് കൂട്ടിന് നമ്മൾ സയൻസിനെയും പിടിക്കും, കുറെ തെളിവുകളും നിരത്തും. എനിക്ക് കുറച്ച് വെജിറ്റേറിയൻ, വളരെ കുറച്ച് വെജിറ്റേറിയൻസ് കഴിക്കുന്ന സുഹൃത്തുക്കളും മെജോറിറ്റി നോൺ വെജ് കഴിക്കുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. സ്വാഭാവികമായും എനിക്കും നോൺ വെജ് ഭക്ഷണത്തിനോടാണ് താല്പര്യം കൂടുതൽ. എന്നിട്ട് വല്ലപ്പോഴും ഒക്കെ വ്രതവും ഉപവാസവും ഒക്കെ എടുക്കുമ്പോൾ വെജിറ്റേറിയൻ ആവും. ഓരോ നേർച്ചകളും വഴിപാടുകളും ഒക്കെ കഴിക്കാൻ വേണ്ടി താൽക്കാലിക കാര്യലാഭത്തിന് വേണ്ടിയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ഭക്തിയാണ് എനിക്കുണ്ടായിരുന്നത്. ഇല്ലാതെ ഈ വെജിറ്റേറിയൻ ഫുഡ്, അഹിംസ, ഒരു ജീവിയെയും വേദനിപ്പിക്കാതെ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഉള്ളിൽ തട്ടിയ ഒരു ഭക്തി ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. ഓരോരോ ആവശ്യങ്ങൾക്ക് യഥാകാലം ഓരോരോ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഉദ്ദിഷ്ട കാര്യ സിദ്ധി പൂജ എന്ന് പറയുന്നത് പോലുള്ള വഴിപാടുകൾ. ഇപ്പൊ ശബരിമല പോകുമ്പോൾ നമ്മൾ 41 ദിവസം വ്രതം എടുക്കുന്നു, വെജിറ്റേറിയൻ ആകുന്നു, വെളുപ്പിന് എഴുന്നേൽക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, കുളിച്ചു തൊഴുന്നു. ഇല്ല, 42ന്റെ അന്ന് നമ്മൾ ഓടിപ്പോയി ചിക്കൻ വാങ്ങിയിരിക്കും ഉറപ്പായിട്ടും. കാരണം 41 ദിവസം നമ്മൾ എങ്ങനെയോ സഹിച്ചു നിൽക്കുകയായിരുന്നു അല്ലേ? സഹിക്കാൻ പറ്റാത്തൊരു വലിയ ത്യാഗമാണ് നമ്മൾ 41 ദിവസം ചെയ്തത്. അപ്പോ ആ 41 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ പുണ്യം എത്രയും പെട്ടെന്ന് നാശിപ്പിക്കണം. അതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു അഭിവാഞ്ച, അൺസ്റ്റോപ്പബിൾ ഡിസയർ. ഈ 41 ദിവസവും നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ റോഡിന്റെ ഇരുവശവുമുള്ള കുഴിമന്തി, ശവന്തോണ്ടി, ഇമാതിരിയുള്ള എന്തുമാത്രം കടകളിൽ വരുന്ന ആ മാസ്മരിക ഗന്ധം ആസ്വദിച്ച് നടന്ന ഒരു കാലം. പക്ഷെ പിന്നെ ഞാൻ സമചിത്തതയോടെ ഇരുന്ന് ആലോചിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, നമ്മൾ മത്സ്യമാംസങ്ങൾ വാങ്ങി വരുമ്പോ മൂക്കുമ്പൊത്തിയല്ലേ വരുന്നത്. ഒരിക്കലും ഒരു മീൻചന്തയിലോ ഒരു മാംസം വിൽക്കുന്ന ഒരു കടയിലോ അതിന്റെ ചുറ്റിനും നമുക്ക് പരിസരത്ത് പോകാൻ നമുക്ക് ഇഷ്ടമല്ല അല്ലേ? നമ്മൾ മൂക്കുമ്പൊത്തിയാണ് പോകുന്നത്. ഞാനൊക്കെ ചിക്കൻ വെട്ടുന്ന കടയിൽ പോയിട്ട് കുറ്റബോധത്തോടെ, എന്നാൽ നാവിന്റെ രുചിയെ അതിജീവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള വിഷമത്തോടെ, ചേട്ടാ 1 കിലോ ചിക്കൻ അല്ലെങ്കിൽ 2 കിലോ ചിക്കൻ എന്ന് പറഞ്ഞിട്ട്
അയാൾ ആ കൂട്ടിനകത്ത് പോയി ഓരോ കോഴിയായിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ അതിന്റെ കണ്ണുകളിലേക്ക് എനിക്ക് കുറ്റബോധം കൊണ്ട് നോക്കാൻ ഉണ്ടായിരുന്നില്ല. വളരെ ദുഃഖത്തോടെ, ആത്മനിന്ദയോടെ, വിഷമത്തോടെ എനിക്കിത് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തിട്ട് ഒരല്പം മാറി നിൽക്കും. മക്കൾ കൂടെ ഉണ്ടെങ്കിൽ ഈ കശാപ്പ് അവർ കാണരുത് എന്ന് വിചാരിച്ച് അവരെ മുഖം തിരിച്ച് ഞാൻ നിർത്താറുണ്ടായിരുന്നു. എന്നാൽ എന്തുകൊണ്ട് എന്റെ നാവിന്റെ രുചിക്ക് വേണ്ടി എനിക്ക് ഈ ഭക്ഷണം വേണ്ട എന്ന് തീരുമാനിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അതിൽ ഞാൻ ഇന്ന് ലജ്ജിക്കുകയാണ് ആത്മാർത്ഥമായി. ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന്റെ പിന്നില് കാരണവും അതുതന്നെയാണ്. ഇത്രയും വർഷം അറിവില്ലായ്മ കൊണ്ട് വഴിതെറ്റിപ്പോയ ഒരു വ്യക്തിയാണ് ഞാൻ. അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾ തിരുത്തണമെന്നും എന്നെ പോലെ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഇതൊരു വഴികാട്ടിയാകണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ സമയം സ്പെൻഡ് ചെയ്യുന്നത് പോലും. ആരെങ്കിലും നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ. അപ്പൊ പറഞ്ഞു വന്നത്, മൂക്കുപൊത്തിയാണ് നമ്മൾ മത്സ്യമാംസാദികൾ വാങ്ങുന്നത്. വീട്ടിൽ കൊണ്ടുപോയി ഒരു 10 വെള്ളമെങ്കിലും കഴുകിയില്ലെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. എന്നിട്ടോ അതിനെ സുഗന്ധം വരുത്താൻ വേണ്ടി നമ്മൾ എന്താ ഇടുന്നത്? വെജിറ്റേറിയൻ സാധനങ്ങളായ മസാലക്കൂട്ടുകളല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ മസാലക്കൂട്ടും എണ്ണയും ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ സംഗതി കഴിക്കാൻ പറ്റും? നമ്മൾ അതിൽ മസാലയിൽ പുരട്ടി എണ്ണയിലിട്ട് പൊരിച്ചും കറിവെച്ചും ഒക്കെ വേവിച്ചെടുത്ത് അതിനെ രുചിയും മണവും ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം വെജിറ്റേറിയൻ അല്ലേ? മാംസത്തിന് പച്ച മാംസം അല്ലെങ്കിൽ ഈ പറയുന്ന ഉപ്പും മുളകും ഒന്നും ഇല്ലാതെ ഇതിൽ എന്തെങ്കിലും സാധനം നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല. എന്നിട്ടും നമ്മൾ എന്തിനെ ഇതിന്റെയൊക്കെ പുറകെ നടക്കുന്നു? മുട്ട കഴിച്ചില്ലെങ്കിൽ ചത്തുപോകുന്നാണ് നമ്മളെ എല്ലാരെയും ആധുനിക വൈദ്യശാസ്ത്രം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആരും ചത്തുപോകത്തില്ല. കഴിഞ്ഞ 1 കൊല്ലം കൊണ്ട് മുട്ട പോലും കഴിക്കുന്നില്ല, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഈ നന്മ കഴിയുന്നിടത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കുക, ഒരു ജീവിയും കൊല്ലാതിരിക്കുക, അഹിംസ പരമോധർമ്മ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ജീവിച്ച് കാണിക്കാനുള്ള ആർജവം നമ്മൾ കാണിക്കണം. മുട്ട കഴിച്ചില്ല എന്ന് കരുതി ആരും ചത്തുപോകില്ല, ആരുടെയും എല്ല് പൊടിയില്ല, ഒന്നും സംഭവിക്കില്ല. നമ്മൾ കൃത്യമായി ഈ പ്രപഞ്ചത്തിൽ നിന്നും എനർജി റിസീവ് ചെയ്യാനുള്ള എനർജിയും വൈറ്റമിൻസും എല്ലാം എങ്ങനെയാണോ ബാക്കി പക്ഷി മൃഗാദികൾക്ക്, അവർക്കൊന്നും എല്ലുപൊടിയുന്ന രോഗം വരുന്നില്ലല്ലോ, അവർക്കൊന്നും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഇല്ലല്ലോ. അവരെവിടുന്നാ ഇത് റിസീവ് ചെയ്യുന്നത്? ഈ ഹിമാലയത്തിലും പല മലമുകളിലും ഒക്കെ ചെന്നിരുന്ന് വർഷങ്ങളോളം ധ്യാനിക്കുന്ന, തപസ് ചെയ്യുന്ന ഈ ഋഷീശ്വരന്മാർക്ക് എവിടെ നിന്നാണ് വൈറ്റമിൻസ് കിട്ടുന്നത്? അവരതെല്ലാം പ്രപഞ്ചത്തിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. അതെ, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇറ്റ് വർക്ക്സ്. ഈ പ്രപഞ്ചം നമുക്കെല്ലാം ഫ്രീ ആയി തരുന്നുണ്ട് അല്ലേ? വായു, വെള്ളം, നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ്. ശരിയാണ്, നമ്മൾ വസ്തു വില കൊടുത്താ വാങ്ങുന്നത്. പക്ഷെ ഈ മണ്ണ്, ഇതിന്റെ പേറ്റന്റ് ഇതാരും മനുഷ്യനുണ്ടാക്കിയതല്ല. എന്ന് ഈ പേറ്റന്റും കച്ചവട സംസ്കാരവും നമ്മൾ ഫോളോ ചെയ്തു തുടങ്ങിയോ അന്ന് മുതൽ തുടങ്ങിയതാണ് മനുഷ്യരാശിയുടെ അധപതനം. പ്രപഞ്ചം നമുക്ക് ഫ്രീ ആയി ഓക്സിജനും വെള്ളവും മണ്ണും വൈറ്റമിൻസും എല്ലാം തരുന്നുണ്ട്. നമ്മുടെ ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ്. ഇതിൽ എന്തൊക്കെ വൈറ്റമിൻസ് വേണോ അതെല്ലാം നമുക്ക് പ്രപഞ്ചം ഫ്രീ ആയി തരുന്നുണ്ട്. എങ്ങനെയാണോ മറ്റ് പക്ഷി മൃഗാദികളും വൃക്ഷലതാദികളും അവർ യൂട്ടിലൈസ് ചെയ്യുന്നത്, അതേപോലെ നമുക്കും അത് റിസീവ് ചെയ്യാൻ കഴിയും. മനുഷ്യൻ മാത്രമാണ് പ്രപഞ്ചധർമ്മം ഉപേക്ഷിച്ച് ജീവിക്കുന്ന വ്യക്തി. നവോത്ഥാനം, ആധുനികം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തൊക്കെയോ ഇവിടെ കാട്ടിക്കൂട്ടും. എന്നിട്ടോ കൂണുപോലെ മുളച്ചു പൊന്തുന്ന ഹോസ്പിറ്റലുകൾ, പലവിധ ചികിത്സാ രീതികൾ. ഒരു അസുഖത്തിന് ചികിത്സിക്കുമ്പോൾ മറ്റൊരു അസുഖം വരുന്നു. റിയാക്ഷൻ, ആഫ്റ്റർ എഫക്റ്റ്, ഇതൊന്നും ഇല്ലാത്തൊരു ജീവിത ശൈലിയാണ് പ്രപഞ്ചധർമ്മത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. അതിലെ ആദ്യത്തെ ധർമ്മമാണ് അഹിംസ. ഒരു ജീവിയെയും കൊല്ലാതിരിക്കുക, വേദനിപ്പിക്കാതിരിക്കുക. എന്റെ കുടുംബത്തിൽ തന്നെ ഞാനിത് പറയുമ്പോൾ എന്നോട് ഒരാൾ പറയാണ്, കൊതു എന്നെ കടിച്ചാൽ ഞാൻ കൊതുകിനെ കൊല്ലും. അപ്പൊ ഞാൻ ചോദിച്ചു, കാലങ്ങളായി മത്സ്യമാംസങ്ങൾ നമ്മൾ കഴിച്ചപ്പോൾ എന്തുമാത്രം ജീവനുകളെ നമ്മൾ കൊന്നിട്ടുണ്ടായിരിക്കും? അതിന് ഞാൻ ഒന്നിനെയും കൊല്ലുന്നില്ലല്ലോ. മീൻപിടുത്തക്കാരനാണ് മീനിനെ കൊല്ലുന്നത്, കശാപ്പുകാരനാണ് കോഴിയും ആടിനെയും ഒക്കെ കൊല്ലുന്നത്. ഞാൻ ഒന്നിനെയും കൊന്നിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ എന്റെ കൈകൾ ശുദ്ധമാണ്, ഞാൻ ഒന്നിനെയും കൊന്നിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മളെ പോലുള്ളവർ ഭക്ഷിക്കാൻ റെഡിയായി, പൈസ കൊടുത്ത് വാങ്ങാൻ റെഡിയായി ഇരിക്കുന്നത് കൊണ്ടല്ലേ
അവർ ഇതിനെയൊക്കെ കശാപ്പ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇതിനെയൊക്കെ അവർ കൊല്ലുമായിരുന്നോ? വാങ്ങാൻ ആളില്ലാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ കൊലപാതകങ്ങൾ ഇവിടെ നടക്കുമോ? അപ്പൊ ഉടനെ ടോപ്പിക്ക് മാറ്റി, അതിന് മറുപടിയില്ല. അപ്പൊ പറയുകയാണ്, അങ്ങനെ നമ്മൾ കഴിക്കാതിരുന്നാൽ ഈ കടലിൽ മീനുകളെല്ലാം പെറ്റുപെരുകി പിന്നെ കടലിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഞാൻ പറഞ്ഞു, ഒന്നും സംഭവിക്കില്ല. അവർ ജീവിച്ചോളും. വലിയ മീനുകൾ ചെറിയ മീനുകളെ ഭക്ഷിച്ചോളും. അവർ ജീവിച്ചോളും. പ്രകൃതിക്ക് അതിൻ്റെതായിട്ടുള്ള സന്തുലിതാവസ്ഥയുണ്ട്. അവർ ജീവിച്ചോളും. അതായത് കടലമ്മയും കടലിനെയും സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അത്രേ നമ്മൾ മീൻ പിടിക്കുന്നതും കഴിക്കുന്നതും. എന്താ അല്ലേ? ന്യായീകരണം ടു ദ പീക്ക് എന്നല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. പിന്നെ ഇപ്പം വേറൊരു ചോദ്യം അതാണ്. ഇപ്പം പക്ഷിമൃഗാദികൾ, വലിയ വലിയ ജീവികൾ ചെറുതിനെ കൊന്നു തിന്നുന്നില്ലേ? പിന്നെ നമ്മൾ കഴിച്ചാൽ എന്താ? പ്രകൃതി, പ്രപഞ്ചം, അതിനൊരു ധർമ്മമുണ്ട്, ഒരു നിയമമുണ്ട്. അതനുസരിച്ച് പക്ഷിമൃഗാദികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷിക്കുന്നുള്ളൂ. ഒരിക്കലും ഒരു സിംഹം ടൈം പാസിന് വേണ്ടി ഒരു ജീവിയെ കൊന്നു തിന്നാറില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇനി ആരും അത് ചോദിച്ചു വരരുത്. ഞാൻ കണ്ടിട്ടില്ല. കേട്ടറിവാണ്, വായിച്ചുള്ള അറിവാണ്. ഒരു സിംഹമോ പുലിയോ കടുവയോ ഒക്കെ ഒരു ജീവിയെ കൊല്ലുന്നത് അതിന് വിശന്ന് അതിന്റെ സർവൈവലിന് വേണ്ടിയിട്ടാണ് കൊല്ലുന്നത്. കൊന്നു കഴിഞ്ഞാൽ അത് ഭക്ഷിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ, അതിന്റെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ തൊട്ടടുത്തുകൂടെ എത്ര അതിന് ഇഷ്ടമുള്ള ഒരു ജീവിയാണ് കടന്നു പോയാലും അത് അറ്റാക്ക് ചെയ്യില്ല. അത്ര ഇൻട്രസ്റ്റ് ഇല്ല. കാരണം വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് റെസ്റ്റ് എടുക്കണം, ഉറങ്ങണം. മനുഷ്യനെ പോലെ മറ്റുള്ളവരുടെ വേദന കണ്ട് ആഹ്ലാദിക്കുന്ന തരം നികൃഷ്ടമായ ചിന്താഗതി ഒരു ജീവജാലങ്ങൾക്കും ഭൂമിയിലില്ല. ശരിക്കും പ്രപഞ്ച സൃഷ്ടിയിൽ ഏറ്റവും ക്രൂവൽ അനിമൽ എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. മനുഷ്യന്മാർ അത്രയ്ക്ക് അധപ്പതിച്ചു പോയിരിക്കുന്നത്. കലിയുഗത്തിന്റെ പ്രഭാവം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഇപ്പോൾ നമ്മൾ പല സോഷ്യൽ മീഡിയ, പല ചാനലുകളിലും കേൾക്കുന്നുണ്ട് കലിയുഗം കഴിഞ്ഞു എന്നും നമ്മളിപ്പോൾ സത്യയുഗത്തിലേക്കുള്ള തിരിച്ചുപോക്കാണെന്നും ഒക്കെ കേൾക്കുന്നു. അതെ, അതിൻ്റെതായിട്ടുള്ള ചില സൂചനകളും ലക്ഷണങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല ഹിഡൻ നോളജും സത്യങ്ങളും ഒക്കെ മറന്നേക്ക് പുറത്തു വരുന്നത്. അതുപോലെ വളരെ വിലപ്പെട്ട ഒരു എന്താ പറയുക, ഒരു ടെക്നോളജി ധർമ്മത്തിൽ അധിഷ്ഠിതമായി എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു അതിനൂതനവും അതിപ്രാചീനവുമായ ഒരു ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിത രീതി കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് അതിൽ ജീവിക്കാൻ തുടങ്ങിയതിന്റെ സൗഭാഗ്യം ഞാൻ അനുഭവിച്ചറിയുകയാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. എനിക്ക് വളരെ കുറച്ച് വെജിറ്റേറിയൻ ഫ്രണ്ട്സേ ഉള്ളൂ, ബ്രാഹ്മൺ ഫ്രണ്ട്സ്. പക്ഷെ എനിക്ക് വളരെ ദുഃഖമുണ്ട്. അതിൽ പലരും വൈറ്റമിൻ ഡി, പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും മുട്ടയും പലതും കഴിക്കുന്നുണ്ട്. ഇവരുടെ തെറ്റിദ്ധാരണയുടെ ഫലമായിട്ടാണ്. പക്ഷേ പക്ക പ്യുവർ വെജിറ്റേറിയൻ ആയിട്ട് ജീവിച്ചിട്ട് ഒരു എല്ല് തേയ്മാനവും ഇല്ല, വൈറ്റമിൻ ഡെഫിഷ്യൻസിയുടെ പ്രശ്നമല്ല, കാൽഷ്യം പ്രശ്നമല്ല, ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി ഇല്ല, ഒരു ഇഷ്യൂ ഇല്ല, ഒരു ട്രീറ്റ്മെന്റും ഇല്ല, ഒരു മെഡിസിനും ഇല്ലാതെ ആസ്മ, ആർത്രൈറ്റിസ്, അസിഡിറ്റി ഇത്യാദി പല അസുഖങ്ങളും ഒരു മരുന്നോ ഒരു ട്രീറ്റ്മെന്റോ ഇല്ലാതെ അതിനെല്ലാം അതിജീവിച്ച് ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ എങ്ങനെ ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ കഴിയും എന്നുള്ളത് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. ഒരിക്കലും സ്വന്തം ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ആരും നോൺ വെജ് ഫുഡ് കഴിക്കരുത് എന്നൊരു അപേക്ഷ മാത്രമാണ് എനിക്കുള്ളത്. വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുക, ധർമ്മത്തിൽ ജീവിക്കുക, പ്രപഞ്ചം നിങ്ങളുടെ കൈ പിടിക്കും, നിങ്ങളെ ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കും, നിങ്ങളുടെ എല്ലാ അസുഖങ്ങളും മാറും. പ്രപഞ്ച ധർമ്മത്തിൽ ജീവിക്കുക എന്നുള്ള ഒറ്റ ഒരു പാഠം മാത്രമേ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ധർമ്മത്തിൽ അധിഷ്ഠിതമായി പ്രപഞ്ചത്തിന്റെ സൗഭാഗ്യം അനുഭവിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹം ജഗദീശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. നമസ്തേ. താങ്ക് യു ചിത്രലേഖ. ഇറ്റ് വാസ് വെരി ഇൻഫോർമേറ്റീവ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷനിൽ നിന്ന് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്? നമ്മുടെ ജീവിതശൈലി ശരിയാക്കുമ്പോൾ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാം. അതുപോലെ നമുക്ക് അസുഖങ്ങൾ വരുന്നത് നമ്മുടെ കർമ്മഫലം കൊണ്ട് തന്നെയാണ്. നമ്മൾ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയായിട്ടാണ് ഓരോ അസുഖങ്ങളും വരുന്നത്. ആ അസുഖങ്ങളെ നമ്മൾ തന്നെ മാറ്റുവാനാണ് ശ്രമിക്കേണ്ടത്.
മരുന്ന് കഴിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതശൈലി മാറുന്നതനുസരിച്ച് നമ്മുടെ അസുഖങ്ങൾ കുറയും. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ഡയബറ്റീസ് എന്ന അസുഖത്തിന് മരുന്ന് കഴിച്ചു തുടങ്ങുന്ന ആൾ മരുന്ന് നിർത്തുന്നത്. അവരുടെ മരുന്നിൻ്റെ എണ്ണം കൂടുന്നതല്ലാതെ, അവർ ഇൻസുലിൻ എടുത്ത് അതിൻ്റെ ഡോസ് കൂട്ടുന്നതല്ലാതെ കുറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇതെല്ലാം നമ്മൾ സ്വയം ചിന്തിച്ച് അല്ലെങ്കിൽ അന്വേഷിച്ച് മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു നല്ല ജീവിതം നയിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ചിട്ടയായ ജീവിതശൈലി, ചിട്ടയായ ഭക്ഷണം, ആത്മീയത, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ജീവിതമാണ് ഒരുവൻ നയിക്കുന്നതെങ്കിൽ വളരെ ആരോഗ്യകരമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും. നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ശരീരത്തെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തെ ശവപ്പറമ്പായും നമ്മുടെ ഫ്രിഡ്ജ് മോർച്ചറി ആയുമാണ് നമ്മൾ ഇപ്പോൾ സൂക്ഷിക്കുന്നത്. നമ്മുടെ ശരീരം അമ്പലമാണ്. ഇവിടെ കുടികൊള്ളുന്നത് നമ്മുടെ പരമാത്മ ചൈതന്യമായ ദൈവം. ഈ ക്ഷേത്രമാകുന്ന നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുക എന്നത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അതിനാണ് സാത്വികമായ ഭക്ഷണം കഴിക്കണമെന്നുള്ളത്. തമോ ഗുണം കുറഞ്ഞ സാത്വികമായ ഭക്ഷണം കഴിക്കണമെന്ന് ഗുരുക്കന്മാർ ഉപദേശിച്ചിട്ടുള്ളത്. ഇന്നത്തെ ഡിസ്കഷനിൽ നിന്നും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? 1-2 കാര്യങ്ങൾ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇത് സ്ഥിരം എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. മുട്ട വെജിറ്റേറിയൻ ആണോ? അൺഫെർട്ടിലൈസ്ഡ് എഗ് കഴിക്കാമോ? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ മുട്ട നിങ്ങൾ കുഴിച്ചിടുക. കുഴിച്ചിടുമ്പോൾ മുളച്ചു വരുന്നുണ്ടോ? ഇല്ല. മുളച്ചു വരുന്ന എന്തിനേയും വെജിറ്റേറിയൻ എന്ന് പറയാം. ഇതാണ് ഒരു തമ്പ് റൂളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് മുളച്ചു വരുന്ന ഏതു ഭക്ഷണവും കഴിക്കാം. മുട്ട നോൺ വെജിറ്റേറിയൻ ആണ്. നമുക്കത് കഴിക്കാൻ പാടില്ല. നമ്മൾ ഏതു തരം ഭക്ഷണം കഴിക്കണമെന്ന് ഇപ്പോൾ ഒരു തീരുമാനമായില്ലേ? ഇനിയും സംശയങ്ങൾ ഉണ്ടാവുമെന്നറിയാം. സംശയങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇനി നിങ്ങളോട് ആരെങ്കിലും സസ്യങ്ങൾക്കും ജീവനില്ലേ, അപ്പോൾ അത് കഴിക്കുന്നതോ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്താൽ മതി. ഇനിയും സംശയമുള്ള ആളുകളുണ്ടെങ്കിൽ ഗുരുജിയോട് നേരിട്ട് സംവദിക്കാൻ നിങ്ങൾക്കൊരു അവസരമുണ്ട്. എല്ലാ ഞായറാഴ്ചയും ഫ്രീ ക്ലാസ് രാവിലെ 10 മണിക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. എല്ലാവരും ആ ലിങ്കിൽ കയറി നിങ്ങളുടെ സംശയങ്ങൾ ഗുരുവിനോട് നേരിട്ട് ചോദിക്കാവുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ടോപ്പിക്ക് ഒരു എപ്പിസോഡിൽ തീരുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അത്രയും ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്. ഭക്ഷണ സ്വാതന്ത്ര്യം എന്ന് വിളിച്ചു പറയുന്ന നമ്മളെപ്പോലുള്ള പലരും ഇതിന് ചോദ്യം ചെയ്യാം. എന്നിരുന്നാലും നിങ്ങളിലേക്ക് ഒരു ചെറിയ പ്രകാശം ഈ വീഡിയോയിലൂടെ എത്തിയാൽ എൻ്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം പൂർത്തീകരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങളെ അറിയിക്കണം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. അടുത്ത ഒരു എപ്പിസോഡുമായി വീണ്ടും കാണും വരെ നന്ദി.